അനാലിസിസിലേക്ക് വരാം. ഇന്ന് വെനസ്ഡേ നമ്മുടെ അനാലിസിസ് നോക്കിക്കൊള്ളുക. നമുക്കിന്ന് ഏകദേശം 3 ട്രേഡിംഗ് പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിലിൽ ബാങ്ക് നിഫ്റ്റി നോക്കിക്കോളാം. ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സി പൊസിഷൻ അതുപോലെ തന്നെ ബോൾ ലൈൻ സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് പി പൊസിഷൻസ് നോക്കാം. പി പൊസിഷൻ അതുപോലെ ബോൾ ലൈൻ റെസിസ്റ്റൻസ് ആണ്. നമുക്കത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, ഇപ്പോഴത്തേക്കൊക്കെ നോക്കാം. നമ്മൾ നിഫ്റ്റി നോക്കുമ്പോഴും നിഫ്റ്റിയിൽ ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുമ്പോൾ ഫിൻ നിഫ്റ്റിയിലും ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. കണ്ട, അതായത് പിയിൽ റെസിസ്റ്റൻറ്റും സിയിൽ സപ്പോർട്ടും ആകും. അത് 3 കൺഫേംഡ് ആണെങ്കിൽ നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകും. അപ്പോൾ ഇത് 3 കൂടുതൽ കൺഫേംഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് ക്യാൻഡിലിൽ നമുക്ക് എന്ത് ട്രേഡിലേക്ക് പോകാം? ഒരു സി ട്രേഡിലേക്ക് പോകാം. നിഫ്റ്റി ആണെങ്കിൽ സി ട്രേഡ് നിങ്ങൾ നോക്കിയത് 109 രൂപയുടെ ഒരു ഐറ്റം നമുക്ക് 160 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. 160 രൂപയല്ല, 170 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ. ഒരു 60% എബോവ് റിട്ടേൺ ആയിട്ട് ആ ഒരു ഒറ്റ ട്രേഡിൽ വരും. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഇവിടെ കൺഫേംഡ് ആണെങ്കിൽ നല്ല ട്രേഡ്. ഇപ്പോൾ നോക്കിക്കോളാം, ഇൻഡെക്സ് അവിടെ കൺഫേംഡ് ആണ്. നോക്കിക്കേ, ഡോട്ടർ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഫ്യൂച്ചറിൽ. ഇവിടെ സെൻസെക്സിലും അതുപോലെ തന്നെയാണ് വരുന്നത്. ദെൻ നമ്മളുടെ നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് ബോൾ ലൈൻ ട്രേഡ് മാത്രമല്ല ആക്റ്റീവ് ആകുന്നത്. ബ്ലൂ പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലെവൽ ട്രേഡും അവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. നിഫ്റ്റിയിലേക്ക് സെക്കൻഡ് ക്യാൻഡിൽ നോക്കിക്കാം. ഫസ്റ്റ് ലെവലിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ഫസ്റ്റ് ലെവൽ സപ്പോർട്ടായി റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിയിൽ റെസിസ്റ്റൻറ്റും സിയിൽ സപ്പോർട്ടും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഫസ്റ്റ് ലെവൽ ട്രേഡ് പ്രകാരം നിഫ്റ്റിയിൽ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് 2 പോരാ. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുമ്പോഴും ഓക്കെയാണ്. ഫസ്റ്റ് ലെവൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ബോൾ ലൈൻ മാത്രമല്ല, ഇത് ഫസ്റ്റ് ലെവലും കൂടിയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലെവൽ ട്രേഡിൽ പ്രകാരവും ബോൾ ലൈൻ ട്രേഡ് പ്രകാരവും സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത്, അതായത് ഇൻഡെക്സ് ലെവലോട് ആക്റ്റീവ് ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു പോയിന്റ്, അതായത് 1 2 3 4 5 6 7th ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ 7. നെക്സ്റ്റ് ട്രേഡ് ആക്റ്റീവ് ആകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ സി ട്രേഡ് നിങ്ങൾ നോക്കുക. സി ട്രേഡ് 7th ക്യാൻഡിൽ 1 2 3 4 5 6 7th ക്യാൻഡിൽ ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. ഇവിടെയും ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. സിയിൽ റെസിസ്റ്റൻറ്റും ദെൻ പിയിൽ സപ്പോർട്ടും ആകണം. അത് നമുക്ക് അടുത്ത വേറെ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെയും സിയിൽ നിഫ്റ്റിയിലും സിയിൽ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുകയാണ് ബോർഡ് ലൈൻ. ദെൻ ഓക്കെ, അവിടെ അങ്ങനെ 3 പ്രകാരം 3 ട്രേഡിൽ നമുക്ക് ബോൾ ലൈൻ റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട് സിയിൽ. അപ്പോൾ നമുക്ക് ഇൻഡെക്സിലേക്ക് വരാം. ഇൻഡെക്സ് അതേസമയം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇൻഡെക്സ് കണ്ട, ബാങ്ക് നിഫ്റ്റിയൊക്കെ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കേണ്ട കാര്യമില്ല, ഫ്യൂച്ചറിനെ സെൻസെക്സിനെ നോക്കാം. ഫ്യൂച്ചർ അതേസമയം ഫസ്റ്റ് ലെവലിലാണ്, റെസിസ്റ്റൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ആ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ ട്രേഡ് നമുക്ക് തന്നിരിക്കുന്ന റിട്ടേൺ നോക്കിക്കുകയും ഒരു 30 റുപ്പീസിൻ്റെ ഒരു പി ട്രേഡ് പോലും ആ ട്രേഡ് പോയിട്ടുണ്ട്. 60 വരെ പോയിട്ടുണ്ട്. 100% റിട്ടേണിലേക്ക് അത് പോയിട്ടുണ്ട്. ട്രേഡ് പോയിൻ്റ് കൂടെ നമുക്കിവിടെ ഉണ്ട്, നോക്കിക്കോളാം. ഈ യെല്ലോ ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് നോക്കുക. യെല്ലോ ഷെയ്ഡ് പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ നല്ലൊരു എന്താകുന്നു സപ്പോർട്ടാകുന്നു. ദെൻ ഇവിടെയും ഫസ്റ്റ് ലെവൽ സപ്പോർട്ടായിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഇവിടെ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. പിയിൽ റെസിസ്റ്റൻറ്റും സിയിൽ സപ്പോർട്ടും ആകുന്നു. 3 കൺഫേംഡ് ആണ്. സോ അതൊരു സി ട്രേഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സി ട്രേഡ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് സി ട്രേഡ് നോക്കിക്കുക. അതേസമയം എത്രത്തോളം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കുക. ആ സി ട്രേഡ് ഒരു 70 റുപ്പീസിൻ്റെ സി ട്രേഡ് നമുക്കൊരു 100 വരെയൊക്കെ അത് പോയിട്ടുണ്ട്. ഓക്കെ, അവിടെയും നല്ല രീതിയിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇൻഡെക്സ് കൺഫേംഡ് അല്ല. അവിടെ ഇൻഡെക്സ് കൺഫേംഡ് ആണ്, ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൺഫേംഡ് ആണ്. പക്ഷേ സെൻസെക്സിലും നമ്മുടെ ഫ്യൂച്ചറിലും കൺഫേംഡ് അല്ല. അപ്പോൾ ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ ട്രേഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. കുറച്ചും കൂടെ കൺഫേംഡ് ആകുന്ന ഇൻഡെക്സും കൂടെ കൺഫേംഡ് ആണെങ്കിൽ നല്ല ട്രേഡ് പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ട്രേഡ് പൊസിഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 3 നല്ല റിട്ടേൺസ് കൊടുക്കുന്ന ട്രേഡ് പൊസിഷൻസ് ആയിരുന്നു. അപ്പോൾ ഇൻഡെക്സ് ലെവൽസ് നമുക്ക് ഫ്രീ ആണ്. താഴെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. പെയ്ഡ് ആണ്, അത് വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിൽ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.